ദേശീയപാത നവീകരണത്തിനിടെ വീടിന് കേടുപാടുണ്ടായതിൻ്റെ ഭീതിയിലാണ് മലപ്പുറം തവനൂരിലെ കൃഷ്ണദാസ്. വീടിന് ബലക്ഷയം സംഭവിക്കാൻ കാരണം ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ തന്നെയാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടിൽ 9 മാസമായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ ഒളിച്ചു കളിക്കുന്ന ദേശീയപാത അതോറിറ്റി എന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. നാഷണൽ ഹൈവേയുടെ വർക്ക് നടന്നതോട് കൂടിയിട്ട് എൻ്റെ വീടാകെ പൊളിഞ്ഞ് നാശമായിരിക്കണം. ഇപ്പോൾ തറയ്ക്കടക്കം ബലക്ഷയം സംഭവിച്ചു പറഞ്ഞ് എഞ്ചിനീയറെ കത്തും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഞാൻ കളക്ടർക്ക് ഒരു പരാതി നൽകിയിരുന്നു. അതിന് ആദ്യം മറുപടി കിട്ടിയില്ല. വീണ്ടും റിമൈൻഡർ കൊടുത്തപ്പോൾ അതിൽ വിശദമായിട്ട് എനിക്ക് കത്ത് കിട്ടിയിട്ടുണ്ട്. അത് എറണാകുളത്ത് ഓഫീസുമായി ബന്ധപ്പെടാനാണ്. ആ നമ്പറിൽ വിളിച്ചു നോക്കുമ്പോൾ അവർ യാതൊരു രീതിയിലുള്ള അനുകൂലമായ രീതിയിലുള്ള നടപടി അത് മുമ്പ് പൊട്ടിയതാണ് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് അവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സൂപ്പർവൈസർ ഒറ്റ വാശിയിലാണ് ഇപ്പോൾ എനിക്ക് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാതുള്ളത്. ഇപ്പോൾ ഞാൻ ആകെപ്പാട് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കടന്ന് മരിച്ച ഒരു മനുഷ്യ ജീവിയും കൂടി അറിയാനുള്ള സാധ്യതയില്ല. അത്ര ദയനീയമായുള്ളൊരു കാര്യമാണ്. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ തത്സമയം ചേരുന്നു. ബിപിൻ, ഗുഡ് മോർണിംഗ്. ഈ മനുഷ്യൻ ഇത്രയും കാലമായിട്ടും പരാതി പറഞ്ഞിട്ട് ആരും കേട്ടില്ലേ? ഗുഡ് മോർണിംഗ് SKN. 64 വയസ്സുണ്ട് PV ശിവദാസന്. ഈ തവനൂർ സെൻട്രൽ ജയിലിന് സമീപത്ത് തന്നെയാണ് വീട്. അപ്പോൾ അതായത് 2024 സെപ്റ്റംബറിൽ തന്നെ ഈ പരാതിയായിട്ട് നൽകിയതാണ്. ഇപ്പോൾ ഇതാ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ വീടിൻ്റെ കേടുപാടിനുള്ള കാരണം അത് ഹൈവേയിൽ നടന്നിട്ടുള്ള പണിയാണ്. ദേശീയപാത നവീകരണത്തിൻ്റെ ഭാഗമായി ഹെവി മെഷീനറീസ് ഉപയോഗിച്ച് അവിടെ മണ്ണിട്ട് ഉയർത്തിയാണ് റോഡിൻ്റെ പണി അവിടെ നടത്തിയത്. അതാണ് ഈ വീടിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള കാരണം എന്നുള്ളത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ തന്നെ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഈ 2025 ജനുവരിയിൽ തന്നെ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയതാണ്. ഇപ്പോഴിതാ 9 മാസം എത്തിയിരിക്കുന്നു. ഈ 9 മാസമായിട്ടും ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. വീടാണെങ്കിൽ തറ മുതൽ കിടപ്പുമുറി വരെ പൂർണ്ണമായും വിണ്ട് കീറിയ നിലയിലാണ്. എല്ലാ ഭാഗത്തും വിള്ളലാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു നിലം പൊത്താം എന്നുള്ളൊരു നിലയിലേക്ക് പോവുകയാണ്. ഈ വീട്ടിൽ തനിച്ചാണ് ശിവദാസൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഓഫീസുകൾ കയറിയിറങ്ങുക എന്നതിനപ്പുറം ഈ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂലമായിട്ടുള്ളൊരു നിലപാട്, അതായത് അതിനൊരു നഷ്ടപരിഹാരം വേണമെന്നതാണ് ആവശ്യം. അതിലേക്ക് ഇവർ എത്തുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് ഓരോ ദിവസവും ഇത് പഴയ വീടായതുകൊണ്ട് തന്നെ അങ്ങനെ വിള്ളൽ സംഭവിച്ചു ഒരു നിഗമനത്തിലേക്കൊക്കെ അവരെത്തുന്നു എന്നുള്ളത് കൂടിയാണ്. ജില്ലാ കളക്ടറുടെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും റിപ്പോർട്ടിന് പോലും ഒരു വിലയും കൽപ്പിക്കാതെയുള്ള ഇത്തരത്തിൽ പല വീടുകൾക്കും വിള്ളൽ സംഭവിച്ചിട്ടും അവർ അത്തരത്തിലൊരു നിലപാടാണ് എടുക്കുന്നത് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അദ്ദേഹം കാത്തിരിക്കുകയാണ്. വളരെ വിഷമത്തോടു കൂടിയാണ്. കാരണം അദ്ദേഹം ഉണ്ടാക്കിയൊരു വീട് ഇത്രയും വിണ്ടിട്ടും അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.